നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. SIT അന്വേഷണം തുടങ്ങിയ സമയത്തെ ആ പ്രതികരണം നമുക്കൊരിക്കൽ കൂടി കണ്ടുവരാം. എന്നെ അനുമതി ചോദിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് ചോദിച്ചായിരുന്നു, റിട്ടേൺ ആയിട്ട് തന്നായിരുന്നു, അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കുറ്റവാളികളെ ഒന്നും നമുക്ക് പേര് അധികം കിട്ടില്ല. ഇതുവരെ അയ്യപ്പന് വേണ്ടി, അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ സ്വന്തം കുടുംബത്തിലെ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒന്ന് കേട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ടറൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം പോകുന്നത് തന്ത്രിക്കറിയാം, എന്തുകൊണ്ട് തന്ത്രി തടഞ്ഞില്ലെന്നൊക്കെയാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മുതിർന്ന കുറെ ആൾക്കാരുണ്ട്, അവന്മാർ ഇതൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ പുള്ളിക്ക് മിണ്ടായിരിക്കേണ്ട ഒരു അവസ്ഥയുള്ളൂ. ഇനി ചിലപ്പോൾ അയാളുടെ ജീവൻ പോകുന്നു മേടിച്ചിട്ടാണെങ്കിലോ? നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇത് നടക്കുന്നുണ്ട്. ഇവിടെ രാഹുൽ ഈശ്വർ പറയുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ ശരിയുണ്ട്. ഇവിടെ വലിയ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ ചിലപ്പം ഈ തന്ത്രി ഒതുക്കാനും, തന്ത്രിക്ക് എല്ലാം അറിയാം, തന്ത്രിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, തെറ്റുകാരനും ഒക്കെ ആണ്. പക്ഷെ ഇവിടെ വലിയ കൊമ്പന്മാരുണ്ട്. അതുപോലെ തന്നെ 10 വർഷം ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാർട്ടി 5 വർഷമായപ്പം അയ്യപ്പൻ പണി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഒരു സ്ത്രീയെ കേട്ടി അയ്യപ്പൻ എന്തായാലും ഈ പാർട്ടിക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞപ്പം ഈ പാർട്ടി ഭരണത്തിൽ വന്നു. അത് അയ്യപ്പൻ അറിഞ്ഞു കൊടുത്ത ഭരണമാണ്. കാരണം എന്താണെന്നറിയാമോ? ഈ കറക്റ്റ് ഇലക്ഷൻ സമയമായപ്പം ഈ ഒരു ഇവിടെ ചെമ്പ് മോഷണം പോയതിന്റെ കറക്റ്റ് സമയം. കാരണം ഇപ്പോൾ കോൺഗ്രസ് ഭരിച്ചിരുന്നെങ്കിലോ, കോൺഗ്രസ് അതിന് കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് അയ്യപ്പൻ പണ്ടേ മുൻകൂട്ടി കണ്ടു കൊടുത്തൊരു ഭരണമാണ്. കാരണം എല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. ഇത് ഇവന്റെയൊക്കെ അവസാനത്തെ ഭരണമാണ്. ശബരിമല സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത്. നമുക്ക് ആ പാടെ ഒരു ആശ്രയം കിട്ടുന്ന വെച്ചാൽ ഈ അമ്പലങ്ങളിൽ പോകുന്നതാണ്. 100 പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകുമ്പം അമ്പലങ്ങളിൽ പോകുന്നതാണ്. പണ്ട് ഞാൻ ഈ അമ്പലമൊന്നും വിശ്വസിക്കാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ വലുതായിട്ട് പോകാറൊന്നുമില്ല. അഥവാ അമ്പലത്തിൽ പോകുന്നെങ്കിൽ സപ്താഹവും ഉത്സവത്തിനൊക്കെ പോകും. സപ്താഹത്തിന് പോയാൽ നല്ല ഫുഡ് കിട്ടും, പോയി കഴിച്ചിട്ട് വരാം. അങ്ങനെ പോകുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ ചില കാര്യങ്ങൾ, ചില അനുഭവങ്ങൾ, ചില ദോഷങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അമ്പലത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അമ്പലത്തിലെ തിരുമേനിമാരും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ അതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യാൻ പറയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യും. ചെയ്തെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു സമാധാനമേ കിട്ടും. അതിനുശേഷം എന്താ പറയണ്ടേ, ശബരിമല എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കൊരു പ്രശ്നം വന്ന സമയത്ത് ഞാൻ അയ്യപ്പനെ പ്രാർത്ഥിച്ചത്. ഞാൻ മല കയറാന്ന് പറഞ്ഞു. ഞാൻ അവിടെ കയറി. ആ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അതോടെ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. അയ്യപ്പനെ ആണെങ്കിലും ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലത്തിലാണെങ്കിലും എല്ലായിടത്തും ഞാൻ പോവുകയൊക്കെ ചെയ്യും. അപ്പം നമുക്ക് സമാധാനം കിട്ടുന്ന കുറെ ഇതാണ് ഈ ദേവാലയം എന്ന് പറയുന്നത്. അവിടെ അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. അയ്യപ്പൻ്റെ എൻ്റെ പൊന്നെ പാളികൾ വരെ മോഷണം, അതും ഇതും. ഇനി അയ്യപ്പൻ ഒറിജിനൽ ആണോന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. ശബരിമലയുടെ അവസ്ഥയാകുമ്പോൾ ഇങ്ങനെ പല അമ്പലങ്ങളുടെ എന്തുമായിരിക്കും നിങ്ങൾ ആലോചിക്കുക. ഇവിടുത്തെ ഓരോ നേതാക്കന്മാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുവാ നേതാക്കന്മാർ പറയുന്നത് വെച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നു ഇവരെ കൊണ്ടു നിർത്തിയതും, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നതും, മറ്റേവരെ കൊണ്ടുവന്നതും, മറിച്ചവരെ കൊണ്ടുവന്നവരൊക്കെ. ഈ 10 വർഷമായിട്ട് ഭരണത്തിൽ നടത്തുന്ന പാർട്ടി ഏതാ? 10 വർഷമായിട്ട് ഏത് പാർട്ടി ഭരണത്തിൽ നടത്തുന്നത്? ഇവരൊന്നും അറിയാതെ പല കാര്യങ്ങളും പോകത്തില്ല. പുച്ഛവ. ശബരിമല സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡ് പാളിക കൈമാറിയപ്പോൾ തടഞ്ഞില്ല. ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടി നിന്നു. അത് തടഞ്ഞില്ല എന്ന് പറയുന്നു. ഇപ്പൊ ഞാൻ അതിന്റെ വീഡിയോസ് കണ്ടു. ഞാൻ അതുപോലെ തന്നെ ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെയും കൂടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എന്തോ ഇനി തന്ത്രി പെടുത്തുന്നതാണോ? ചിലപ്പോൾ തന്ത്രിക്ക് അറിയാം. ഞാനൊരു കാര്യം പറയാം. ശബരിമല പോലുള്ള ഒരു സംഭവത്തില് വലിയ വലിയ ടീമുകൾ കളിക്കുന്നുണ്ട്. അതിനുള്ള പാർട്ടിക്കും നല്ല റോളുണ്ട്, ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്കും നല്ല റോളുണ്ട്. പക്ഷെ അവർ നല്ല രീതിയിൽ വെളുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്, നല്ല രീതിയിൽ. എന്തായാലും നമുക്ക് ഓരോ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായാലും ഇത് അയ്യപ്പൻ കൊടുത്ത പണിയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെയാണ്. കർമ്മയെ വിശ്വസിക്കുക. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും. ഇതിപ്പോൾ അയ്യപ്പൻ കൊടുത്ത പണിയാണ്. അയ്യപ്പൻ ഇത് എനിക്ക് തോന്നുന്ന ഒരു വട്ടം കൂടി ഇവർക്ക് അയ്യപ്പൻ തന്നെയാണെന്ന് തോന്നുന്നു ഭരണം കൊടുത്തത്. അന്ന് ആ സ്ത്രീയെ കയറ്റിയതിന് ശേഷം, സ്ത്രീ കയറിയതിന് ശേഷം ഒരു പെൺകുട്ടിയെ കയറ്റിയായിരുന്നല്ലോ. അതിനുശേഷം ഇവർക്ക് ഭരണം കിട്ടിയപ്പോഴും അയ്യപ്പൻ ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നവര്. അതെ, നിങ്ങളുടെ കൂടെ എന്തിനാ? ഇതും കൂടെ പുറത്ത് കൊണ്ടുവരാനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 5 വർഷം കൂടെ തന്നതാ. കാരണം ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്നതെങ്കിൽ ഇത് കോൺഗ്രസിന്റെ തലയിൽ തന്നേനെ അല്ലേ? കോൺഗ്രസ് ഭരിക്കുന്നെങ്കിൽ കോൺഗ്രസിന്റെ തലയിൽ തന്നേനെ. അയ്യപ്പൻ അറിഞ്ഞു തന്നെ നിങ്ങൾക്ക് ഭരണം. അവസാനത്തെ ഭരണം കേട്ടോ കേരളത്തിലെ. ഇനി ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന അവസാനത്തെ ഭരണമാണ്. ഓക്കെ, നമുക്ക് തന്ത്രിയുടെ നേരത്തെ ഒരു വീഡിയോ ആണ്, അത് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നൽകിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത്. SIT അന്വേഷണം തുടങ്ങിയ സമയത്തെ ആ പ്രതികരണം നമുക്കൊരിക്കൽ കൂടി കണ്ടുവരാം.
എന്നെ അനുമതി ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. ചോദിച്ചായിരുന്നു, റിട്ടേണായിട്ട് തന്നായിരുന്നു. അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആദ്യം അത് ഫെയ്ഡ് ചെയ്തു പോയി, അടിഭാഗം മാത്രമാണ്. പിന്നെ ഈ നാണയമൊക്കെ എറിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ചളുക്കമൊക്കെ വന്നു. അതൊന്ന് നവീകരിക്കണം എന്ന് പറഞ്ഞു വന്നു. അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. നവീകരിക്കാവുന്നതാണ്. അതിന് ജാഗ്രത നടത്തിയിട്ടുണ്ട്. അല്ല, സ്വർണം പൊതിഞ്ഞതായിരുന്നു. സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു ദ്വാരപാലകർ. അല്ല, വെറും ചെമ്പ് ഒരിടത്ത് വെക്കാറില്ലല്ലോ. അല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിക്കുക. ബഹുമാനപ്പെട്ട കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എനിക്ക് കോടതി വിശ്വാസമാണ്. സത്യം തെളിഞ്ഞു വരുന്നു, ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ കേടുപാടുകളൊക്കെ പറ്റിയാൽ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ്. അതിന് വേറെ ദേവഹിതം നോക്കേണ്ട കാര്യമില്ല. കേട് തന്നാൽ അനുമതി തേടിയിരുന്നു, അത് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചെയ്യുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതെ, അവിടുത്തെ ഉദ്യോഗസ്ഥൻ എന്നല്ല അദ്ദേഹമാണല്ലോ ലെറ്റർ തരുന്നത്. എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹമാണ് ലെറ്റർ തരുന്നത്. ഉണ്ണികൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആൾ. അവിടെ ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല. ശബരിമലയ്ക്ക് ഈശാന്തിയുടെ കൂടെ 5-8 വർഷം നിന്നിട്ടുള്ള ആളാണ്. ആ ഒരു പരിചയമായിട്ട് എല്ലാ മാസം അവിടെ വരാറുണ്ട്, തൊഴാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. അവർ തമ്മിൽ നല്ല അടുപ്പും സുഹൃത്തോ ബന്ധമൊക്കെ ഉള്ളതാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഈ മനുഷ്യനെ കൂട്ടുനിന്നെന്നും പറയുന്നുണ്ട്. കൂട്ടുനിന്നെന്ന് പറഞ്ഞാൽ അത് തടഞ്ഞില്ലെന്ന് പറയുന്നില്ലേ. ഇതൊക്കെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തന്ത്രിക്കും ഇന്ദ്രയ്ക്കും ഒക്കെ ഫുൾ ഇതങ്ങ് കൊടുത്തിരിക്കുകയാണ് അവിടെ ശബരിമലയില ഫുൾ അധികാരമൊന്നും. അപ്പോൾ ഈ നിയമപാലകരും ഈ പറയുന്ന രാഷ്ട്രീയക്കാരും ഒക്കെ ഇവിടെ പോകുന്നുണ്ട്. എനിക്ക് അറിയാൻ പറ്റുകൊണ്ട് നോക്കിയോ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്തായാലും ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ, അതാരാ? ഇതൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇവിടെ ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നതെല്ലാം നേതാക്കന്മാരാണ്, എല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ്. ഞാനൊരു കാര്യം പറയാം, 10 വർഷം കൊണ്ടൊരു പാർട്ടി ഭരിക്കുക, അതെല്ലാം കൂടെ കോൺഗ്രസിന്റെ തലയിലോട്ട് ഇടുമ്പോൾ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ഞാനൊരു കാര്യം പറയാം, ഒരു പഞ്ചായത്തിൽ ഒരു മെമ്പർ, ഒരു വാർഡിൽ നിന്ന് പഞ്ചായത്ത് മെമ്പർ ജയിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞ വട്ടം കോൺഗ്രസ് ആണെങ്കിൽ ഈ വട്ടം കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റിലെ ആൾക്കാരല്ലേ അവർ കൊണ്ടുവരത്തുള്ളൂ. ഒരു വാർഡിൽ തന്നെ പല ഗ്രൂപ്പുകൾ തയ്ക്കും. ഇന്ന സ്ഥലത്ത് നീ നോക്കണം, ഇന്ന സ്ഥലം നീ നോക്കണം. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ, കോൺഗ്രസ്സുകാരെല്ലാം ഈ കമ്മിറ്റിയിൽ നിന്ന് അതിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കേട്ടത്തുള്ളൂ. 10 വർഷം കൊണ്ട് കോൺഗ്രസിനെ വല്ലതാണോ ഈ ചുമതല ലഭിച്ചിരിക്കുന്നത്? എല്ലാം കോൺഗ്രസിന്റെ തല വെക്കുന്നത്. ഇതെല്ലാം ഇവന്മാർക്ക് നല്ല പങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രീതിയുണ്ട്. മുട്ടിപ്പിച്ച് കളഞ്ഞെന്ന് പറയാം. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇപ്പൊ പാർട്ടിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഭയങ്കരമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഭയങ്കരമായിട്ട് ഇവിടെ കളി നടക്കുന്നുണ്ട്. ഇനി ഒരു അങ്കിള് പറയുന്ന ഒരു വീഡിയോ ഞാൻ വെച്ചുതരാം. ഓക്കെ, നമ്മുടെ പുള്ളിക്കാരൻ പറയുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എനിക്കത് ചിരി വന്നു. സുബ്രഹ്മണ്യം പോറ്റിയോ എന്നൊക്കെ ചോദിച്ച ആരാ? LDF കൺവീനർ TP രാമകൃഷ്ണ പിള്ള. രാമകൃഷ്ണൻ പിള്ളയല്ല കേട്ടോ, കയറി പോയതാ, ക്ഷമിച്ചേര്. ഞാൻ അദ്ദേഹം പറയുന്ന വീഡിയോ ഒന്ന് വെച്ചുതരാം. ഈ പോറ്റി എന്ത് സുബ്രഹ്മണ്യം പോറ്റിയോ? ഉണ്ണികൃഷ്ണൻ പോറ്റി. സുബ്രഹ്മണ്യം പോറ്റി വേറെയാ, സോറി. അതെ, നമുക്ക് ഈ കുറ്റവാളികളെ ഒന്നും നമുക്ക് പേര് അധികം കിട്ടില്ല. കാരണം നമ്മൾ വേറെ റൂട്ടിലൂടെ സഞ്ചരിക്കുകയാണ്, കുറ്റവാളികളോടൊപ്പം സഞ്ചരിക്കല്ല. അതുകൊണ്ടാണ് അത് ക്ഷമിക്കുക. അതൊരു ഒരു സ്ലിപ്പ് വന്നതാണ്. സുബ്രഹ്മണ്യം പറ്റിയ ഒരു മഹാനായ ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് ആ പേര് തന്നെ പറയാൻ പാടില്ലാത്ത ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വലിയ സെക്യൂരിറ്റി സംവിധാനമുള്ള കോൺഗ്രസിന്റെ പ്രമുഖ നേതാവിന്റെ അടുത്ത് എങ്ങനെ എത്തി? അവർക്കതിൽ പങ്കിടുന്നതൊന്നും ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ടങ്ങ് കൊണ്ടുപോകുക. നേരത്തെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് ഈ സംസാരിക്കുന്നത് മൊത്തം. കാരണം അങ്ങോട്ട് റൂട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഒരു ഫോട്ടോ പിടിച്ചിട്ടാണ് ഇവിടെ ഈ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പാർട്ടി. ഇപ്പോഴും തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. തന്ത്രി മാത്രമല്ല, ഇനി ആര്? ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽപ്പുണ്ട്. സത്യത്തിലാ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരുപാടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടേ. എന്തിനിങ്ങനെ വെട്ടിച്ച് ജീവിക്കുന്നതിന്റെ കാര്യം എന്താ? ഇങ്ങനെ വെട്ടിച്ച് ജീവിച്ചിട്ട് ഗുണം എന്താ? നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് ഇപ്പം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ചിലപ്പം നാളെ ഒരു കാലത്ത് നമുക്ക് തെറിയും അതൊക്കെ ചിലപ്പോൾ കേട്ടാന്ന് വരാം. അപ്പം നമ്മൾ വിളിച്ചു പറയും, ഞാൻ നിനക്ക് അത് ചെയ്തില്ലേ, എനിക്ക് ഇത് ചെയ്തില്ലേ. വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ വിളിച്ച് പറയരുത്. അല്ലെങ്കിൽ അത്രമാത്രം ദ്രോഹിച്ച ആൾക്കാരുടെ അടുത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം. മനസ്സിലായോ? ഇവിടെ പൊളിറ്റിക്സ് ജനങ്ങളെ വെറും മണ്ടറാക്കുന്ന രീതിയിലെ കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോഴേ എനിക്ക് ഉള്ളിൽ നല്ല വിഷമത്തോടാണ് എനിക്ക് സംസാരിക്കുന്നത്. എൻ്റെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചിലപ്പം മനസ്സിലാവും. എൻ്റെ ഒരു ഇതുപോലെ എന്തോ നമ്മുടെ ഈ ഒരു നാടേ ഒരു ശാപമായിക്കൊണ്ടിരിക്കുക. നാടേ എന്ന് പറഞ്ഞാലോ ഇദ്ദേഹത്തെ എത്തിച്ചൊന്നും ഞാൻ പറയില്ല. അങ്ങനെ പറയാനുള്ള ഒരു തെളിവോ അങ്ങനെ പറയാനുള്ള യാതൊരു നിലയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ ഈ കുറ്റവാളിയെ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ
പറയാതെ എങ്ങോട്ടെല്ലാം കോൺഗ്രസിന്റെ അണ്ണാക്കിലോട്ട് വെച്ചിരിക്കുക പുള്ളിക്കാരൻ. വെക്ക്, എനിക്കൊക്കെ ഇതല്ലേ അറിയത്തുള്ളൂ, നിങ്ങൾക്കൊക്കെ ഇതല്ലേ അറിയത്തുള്ളൂ, നിങ്ങൾക്കൊക്കെ ഇതേ അറിയത്തുള്ളൂ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഉണ്ടാക്കാൻ മാത്രം നിങ്ങൾക്കൊക്കെ അറിയാം. 10 വർഷം ഭരിച്ച് മുടിപ്പിച്ച്. ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയും കോമാർക്ക് ഭരണം കിട്ടിയാലും കോൺഗ്രസിന്റെ നെഞ്ചത്തോട്ട് വെക്കും. ജനങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക, മുന്നോട്ട് ചെയ്യും. ഈ ടി വിയിലും ന്യൂസിലൊക്കെ വരുന്ന എല്ലാം ശരിയൊന്നും അല്ല, അതും മനസ്സിലാക്കണം. അല്ല, എല്ലാ കാര്യങ്ങളും ശരിയൊന്നും അല്ല. ഇപ്പൊ രാഹുൽ ഈശ്വർ സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് കുറ്റം പറയുന്ന ആൾക്കാരൊക്കെ ഞാൻ ഒരുപാട് കണ്ടു. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കാം. കാരണം ഞാനൊരു കാര്യം പറയാം, ഇപ്പോൾ ഡാനി എന്ന് പറഞ്ഞ വ്യക്തി, ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് കണ്ടെടുത്ത കണ്ടുകൂടാമെങ്കിൽ ഡാനി എത്ര സത്യം വിളിച്ച് പറഞ്ഞാലും അത് കള്ളമായിട്ടേ തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ അവനൊരു അനുഭവം ഉണ്ടായിട്ട് അവനെല്ലാവരും കുറ്റപ്പെടുക്കുമ്പോൾ നാളെ ഞാനത് സത്യാവസ്ഥ കറക്റ്റ് വിളിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അവന് മനസ്സിലാവുമായിരിക്കും. ഇല്ലെങ്കിൽ അന്ന് വന്നും ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെയൊക്കെയാണ് പണ്ടൊക്കെ. ഞാൻ വെറുതെ ഒരുത്തൻ അവന് ഒരു അബദ്ധം പറ്റി, പക്ഷെ അതിന്റെ സത്യാവസ്ഥ അവൻ പറയുന്ന എല്ലാം സത്യമാണ്. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ കള്ളൻ എനിക്കിട്ട് ഒരു അനുഭവം വന്നതല്ലേ. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാനത് തിരുത്തിയതാണ്. ശത്രുവാണെങ്കിൽ പോലും, ഏത് ശത്രുവാണെങ്കിൽ പോലും ന്യായം ഉണ്ടെങ്കിൽ ന്യായമുള്ള അടുത്ത് നിൽക്കുക, അതാ വേണ്ടത്. ഓക്കെ, നമുക്ക് രാഹുൽ ഈശ്വർ സംസാരിക്കുന്ന വെക്കാം. ഇതിപ്പം ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടല്ല ഞാൻ അവിടെ സംസാരിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഇല്ല, എന്താ പറയണ്ടേ, എനിക്കിത് ഒരു സമാധാനം കിട്ടുന്ന ഈ അമ്പലവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അവിടത്തേക്ക് അവസ്ഥ ഇതൊക്കെ തന്നെയെന്ന് പറയുമ്പോഴേ ഇതുവരെ അയ്യപ്പന് വേണ്ടി, അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ സ്വന്തം കുടുംബത്തിലെ ഒരാൾ പിടിക്കപ്പെട്ടപ്പോൾ നേരെ പ്ലേറ്റ് തിരിച്ചു. ഇതാണ് അയ്യപ്പന്റെ സ്വത്തിന് വേണ്ടിയാണ്. അതിൽ നിന്ന് ഫോക്കസ് തെറ്റിക്കാനുള്ള കള്ളത്തരമാണ്. യഥാർത്ഥ കൊള്ളക്കാരെ രക്ഷിക്കാനുള്ള കള്ളത്തരമാണ്. യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ തന്ത്രിയെ ബലി കൊടുക്കുകയാണ്. തന്ത്രിയുടെ മേളിൽ കേസ് കെട്ടിവെച്ച് യഥാർത്ഥ ആൾക്കാരിലേക്ക് കേസ് വരാതിരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ മാധ്യമങ്ങളെ മിസ്ലീഡ് ചെയ്യുകയാണ്. അതായത് പണ്ട് നമ്പിനാരായണനെ അറസ്റ്റ് ചെയ്തതുപോലെ എന്തൊരു ഉദാഹരണമാണ്. അയ്യോ, നമ്പിനാരായണ സാറിനെ ഒക്കെ തന്ത്രിയുമായിട്ട് കൂട്ടിച്ചേർത്ത് അപമാനിക്കരുത് പ്ലീസ്. അതെന്താ പറ്റാത്തത്? ഇനി 2, താങ്കൾ ഇപ്പോഴും ശ്രീ വിനു അപമാനിക്കുന്നതിന്റെ കാര്യമല്ല രാഹുൽ ഈശ്വർ പറഞ്ഞത്. ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഈ ന്യൂസ് റിപ്പോർട്ടറാണ്. സത്യമായിട്ടും പറഞ്ഞാലോ, ഇപ്പൊ നമുക്ക് ഒരാളെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റും. അത് കമ്പയർ ചെയ്തുമ്പോൾ അതിനെ വളച്ചൊടിക്കരുത്. സീരിയസ്ലി ഇയാള് ഈ റിപ്പോർട്ടർ കള്ളമാണ്. എന്റെ മനസ്സ് പറയുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ആയിരിക്കുമോ നിന്റെ മനസ്സിൽ പല പഴവും വരും. ചിലപ്പോൾ ആൾക്ക്, കാരണം കമന്റ്സ് ഒക്കെ അതുപോലെ വരുന്നത്. പക്ഷെ 100% ഷുവറാണ് ഞാൻ ഈ പറയുന്നത്. രാഹുൽ പറയുന്നതിൽ ന്യായമുണ്ട്. ഇവിടെ ന്യൂസിൽ വരുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ പാർട്ടിക്കാർ ചിലവാക്കുന്നത് ഇവർക്ക് ന്യൂസ് കൊടുക്കുന്നവർക്കാണ് പൈസയും കാര്യങ്ങളൊക്കെ വലിച്ചെറിയൊക്കെ ചെയ്യുന്നത്. കാരണം അവർക്ക് ചിലപ്പോൾ ഫണ്ടിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കാണാം. അതിന് ഇത്ര കോടി അത്ര കോടി ഓഫറും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഇവരെ കുറിച്ച് മാത്രം സംസാരിക്കണം. എനിക്ക് ഉറപ്പാണ് തന്ത്രിക്ക് പങ്കുണ്ട്. ഇതിനേക്കാളും വലിയ ടീമുകളുണ്ട്. ഇപ്പൊ തൽക്കാലം തന്ത്രി എടുത്തിട്ട് രക്ഷപ്പെടുകയാണ്. അപ്പോഴും ഈ പാർട്ടിയിലാണ് ചോദ്യചിഹ്നം വരുന്നത്. ഓക്കെ, നമുക്ക് ബാക്കി വെക്കാം. ഒരു ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ്. തന്ത്രി എന്ത് ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്? താങ്കൾ പറയൂ. ക്രിമിനൽ കുറ്റമാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, ക്രിമിനൽ കുറ്റമാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, അതല്ലേ IPC സെക്ഷൻസ് വകുപ്പുകളല്ല. എന്ത് ചെയ്തു ഒരു വരി പറഞ്ഞു. എന്ത് ചെയ്തു? അല്ല, ഒരു വരിയിലല്ല, ഒരുപാട് വരിയിൽ പറയാം. ഒരുപാട് വരിയിൽ പറയാം. എന്ത് ചെയ്തു? ഒരുപാട് വരിയിൽ പറയാം. വേണ്ട, ഒരു വരി പറഞ്ഞാൽ മതി. അല്ല, ഒരു വരിയിലല്ല, ഒരുപാട് വരി പറയണം. ഒരു വരിയിൽ പറയണം. ഒരുപാട് ഇയാൾക്ക് ചെയ്യേണ്ട പണിയൊന്നും അയാൾ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. ശരി, എന്നാ ഇനി എനിക്ക് സമയം തരണ്ട. ആ സമയം അങ്ങ് എടുത്തോളൂ. ഇനി എനിക്ക് സമയം തരണ്ട. അങ്ങൊരു 30 സെക്കൻഡ് എടുത്ത് എന്താ തന്ത്രി ചെയ്തത്? എനിക്ക് 30 സെക്കൻഡ് പറയാൻ അറിയില്ല. ഞാനിത് മുഴുവൻ വായിക്കാം. ഈ അറസ്റ്റിന്റെ ഗ്രൗണ്ട്സ് മുഴുവൻ വായിക്കാം. അത് 30 സെക്കൻഡ് കൊണ്ട് പറയേണ്ടതല്ല. ദയവായി വായിക്കാം. അതിന്റെ സംക്ഷിപ്തം പറഞ്ഞാൽ മതി. തന്ത്രി എന്ത് ചെയ്തു എന്ന് പറയൂ. എന്തുകൊണ്ടാ ശ്രീ വിനു പോലും വിൽക്കുന്നതെന്ന് അറിയാമോ? ശ്രീ വിനു പോലും വിൽക്കുന്നത് അങ്ങനെ പറയാനൊന്നുമില്ല. എനിക്ക് വിൽക്കേണ്ട ഒരു കാര്യവുമില്ല. വിനുവിന് പോലും അറിയാം അങ്ങനെ പറയാനൊന്നുമില്ലാന്ന്. അല്ല, ഞാൻ ഈ ചർച്ചയുടെ ബാക്കി കാര്യങ്ങളെ പറഞ്ഞു. വിനു എങ്ങനെയാണ് ഈ 30 വരിയിൽ പറയുന്നത്? ശ്രീ വിനു ഒരു വരിയിൽ പറയൂ. തന്ത്രി ചെയ്ത കുറ്റം എന്താണ്? തന്ത്രി ചെയ്ത കുറ്റം, അവിടെ അയ്യപ്പന്റെ സ്വർണം പതിച്ച പാളികൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അറിയാവുന്ന ആൾ അത് ഇളക്കിക്കൊണ്ട് പോകുമ്പോൾ അതിൽ പാലിക്കേണ്ട കാര്യങ്ങളൊന്നും പാലിക്കാതെ അതിന് കൂട്ടുനിന്നു. അത് ഇളക്കിക്കൊണ്ട് പോകുന്ന തന്ത്രിക്കറിയാം. തിരിച്ച് ക്ഷേത്രം തുറക്കുമ്പോൾ അത് തിരിച്ചെത്തിയിട്ടില്ലെന്നറിയാം. അല്ല, തന്ത്രി കൂടി അറിയേണ്ടതാണ്. അല്ല, തന്ത്രി അറിയേണ്ടതാണ്. അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് പണി. അല്ല സാർ, അത് ദേവസ്വം ബോർഡിന്റെ പണിയാണ്. അല്ല, അത് തന്ത്രി കോടതിയിൽ വാദിച്ചോട്ടെ.
അത് 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 ഏ ഏ നിങ്ങൾ ആ ന്യൂസുകാരനെ രാഹുൽ ചോദിക്കുന്ന ചോദ്യത്തിന് കുറെ കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അയാൾക്ക് ഇത് അറിയാം, അയാൾ ഇത് തടഞ്ഞില്ലെന്നുള്ള രീതിയിലാണ് പറയുന്നത്. തന്ത്രി മാത്രമല്ല, അവിടെ മെയിനായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഇതൊക്കെ കൊണ്ട് പോകുമ്പോഴാണെങ്കിലും ശബരിമല പോലൊരു അമ്പലത്തിന്റെ, ഇത്രയും വരുമാനമുള്ള ഒരു അമ്പലത്തിന്റെ ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ അവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഇൻവോൾവ് ഉണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇതിപ്പോ തന്ത്രിയെ പിടിച്ചിട്ട് എന്താണ്? മന്ത്രിയെ രക്ഷിക്കാനാണോ? ഞാനത് ചോദിക്കുന്ന ചോദ്യം ഇതാ. ഇപ്പം ന്യൂസ് കാണുമ്പോൾ എല്ലാവരും തന്ത്രി 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 എന്ന് പറഞ്ഞ് തന്ത്രിയെ കുറ്റപ്പെടുത്തുക, അങ്ങനെ തെറ്റിയിട്ടുണ്ടോ? ഓക്കെ, പക്ഷെ ഇവിടെ വലിയ ആൾക്കാരുണ്ട്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സംസാരമായിട്ട് എനിക്ക് ആക്ച്വലി ഇത് ഫീൽ ചെയ്യുന്നത്. ന്യൂസ് റിപ്പോർട്ടർ, അയാളെ സൂക്ഷിക്കേണ്ട. അയാൾ എന്ത് ചെയ്യാനാ? ചിലപ്പോൾ അയാളുടെ ജോലിയായിരിക്കും അയാൾ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ജോലിയായിരിക്കും അയാൾ ചെയ്യുന്നത്. പക്ഷെ ഒരു വലിയൊരു റോങ് ആണ്. എന്റെ മനസ്സ് പറഞ്ഞതൊന്നും അങ്ങനെ തെറ്റിയിട്ടില്ല. അത് തന്ത്രി കോടതിയിൽ വായിച്ചോട്ടെ. നേരെ തിരിച്ച് ആ സ്വർണം തിരിച്ചു വരുമ്പോൾ അതിൽ ശുദ്ധി വേണം, പൂജ വേണം എന്നുള്ളതാണ് തന്ത്രിയുടെ പണി. താങ്കൾ പറഞ്ഞു തന്നെയാണ് സത്യം. 100% യോജിക്കുന്നു. അതിൽ ക്രൈം ഉണ്ടെന്നേ. അതെ അതെ, തന്ത്രിയല്ല ഇത് കൊണ്ടുപോകണോ വേണ്ടാത്ത, പുള്ളിയുടെ ജോലി ചെയ്യുന്നു. പിന്നെ അതവിടുന്ന് കൊണ്ടുവരുമ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പുള്ളിയുടെ ഉത്തരവാദിത്തം. അതിനിപ്പോ അദ്ദേഹത്തിനെ പെടുത്തുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിലപ്പോ എല്ലാം അറിയാം, പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും അറിയാം. ഒരു ചെറിയ ഒരു ഇൻഡി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങേരെ തൂക്കാനായിരിക്കും ഓർഡർ കൊടുത്തിരിക്കുന്നത്. കഷ്ടമാണ് ഇതൊക്കെ, കഷ്ടമാണ്. എനിക്ക് അതിൽ ക്രൈം ഉണ്ട്. തന്ത്രിയുടെ ഉത്തരവാദിത്തമല്ല, ഇറ്റ് ഈസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്. ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം 2 ഒന്നും മിണ്ടാതിരിക്കും. ഈ രാഹുലിന്റെ ശബ്ദം ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ ഞാനിത് വായിക്കാം ദയവായി. ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം 2/14 പൊസിഷൻ ഓഫ് തന്ത്രീസ് അനുശാസിക്കും പ്രകാരം ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായ ശബരിമല തന്ത്രി പദവി 2018-19 കാലഘട്ടത്തിൽ വീണ്ടും വഹിച്ചിരുന്ന 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠര് രാജീവര് ശബരിമല ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതനായ തന്ത്രി എന്ന നിലയിൽ ശബരിമല ക്ഷേത്രത്തിന്റെ ചൈതന്യവും പരിപാവനതയും ആത്മീയ മൂല്യവും കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്രകാരം ഇരിക്കെ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽക്കട്ടിലയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദശാവതാരങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും രാശി ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന സ്വർണം പതിച്ച 2 ചെമ്പുപാളികളും കട്ടിളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച ചെമ്പുപാളിയും കട്ടിളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിച്ച ശിവരൂപവും വ്യാളി രൂപവും അടങ്ങുന്ന 2 പ്രഭാമണ്ഡല പാളികളും അറ്റകുറ്റപ്പണി നടത്തി സ്വർണം പൂശുന്നതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ച പ്രൊസീഡിംഗ്സ് പ്രകാരം 18/5/2019 തീയതി ഇളക്കിയെടുത്ത് സ്വകാര്യ വ്യക്തിയായ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നതിന് ദേവന്റെ അനുജ്ഞ വാങ്ങാതെയും താന്ത്രിക നടപടികൾ പാലിക്കാതെയുമാണ് പുറപ്പെടുവിച്ചിട്ടുള്ളതെന്നുള്ള അറിവും 13ാം പ്രതി രാജീവ് തന്ത്രി കണ്ഠര് രാജീവര് ആചാരലംഘനം ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെയും ക്ഷേത്രത്തിന്റെ ആചാരപരമായ കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കേണ്ട തന്ത്രി 13ാം പ്രതി കണ്ഠര് രാജീവര് ദേവസ്വം ബോർഡ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേൽപ്പറഞ്ഞ മുതലുകൾ കൈമാറുന്നത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി വീഴ്ച വരുത്തിയിട്ടുള്ളതായി ഇടവമാസ പൂജയ്ക്കായി 14/5/2019 ശബരിമല നട തുറന്ന് അതിൻ്റെ തീയതികളൊക്കെ പറയുന്നു. കണ്ഠര് രാജീവര് ചുമതല വഹിച്ച് ശബരിമല സന്നിധാനത്തുണ്ടായിരുന്ന കാലയളവിനുള്ളിൽ ശബരിമല ശ്രീകോവിൽ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപാളികളും അഴിച്ചെടുത്ത് 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയ തീയതിയിലെ ഉഷപൂജയ്ക്കും ഉച്ചപൂജയ്ക്കും അത്താഴപൂജയ്ക്കും രാജീവര് ചുമതല വഹിച്ചു. അതൊക്കെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ കാരണമായി പറയുന്നതാണ്. സന്നിധാനത്ത് സന്നിഹിതനായിരുന്നുവെന്ന് കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ശേഖരിച്ച തെളിവ് രേഖകൾ വിശകലനം ചെയ്തതിൽ നിന്നും രേഖപ്പെടുത്തിയ സാക്ഷിമൊഴികളിൽ നിന്നും വെളിവായിട്ടുള്ളതിൽ നിന്നും ശബരിമല ശ്രീകോവിലിൻ്റെ പ്രധാന വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലങ്ങളും അഴിച്ചെടുത്ത് തുടർന്ന് ശ്രീകോവിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലങ്ങളും സ്ഥാപിച്ചിരുന്ന സ്ഥലത്ത് കൽത്തൂണുകൾ മാത്രം കാണാമെന്നിരിക്കെ ശബരിമല ശ്രീകോവിൽ പ്രവേശിച്ച പതിവ് പൂജകൾ നടത്തിയ 13ാം പ്രതി കണ്ഠര് രാജീവര് ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടിളപ്പാളികളും പ്രഭാമണ്ഡലപാളികളും ഇളക്കിയെടുത്ത വിവരം നിശ്ചയമായും അറിവുണ്ടായിരുന്ന കാര്യം തന്ത്രിയുടെ അനുമതിയോടെ അല്ല ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളികളും മറ്റും ഇളക്കിക്കൊണ്ട് പോയതെങ്കിൽ 13ാം പ്രതി കണ്ഠര് രാജീവര് ആയതിനെക്കുറിച്ച് ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിക്കുകയോ ആചാരലംഘനം നടത്തി മുതലുകൾ കൊണ്ടുപോയതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കുകയോ ചെയ്യാതെ കുറ്റകരമായ മൗനാനുവാദം നൽകി. പിന്നെ അദ്ദേഹം പ്രഭാമണ്ഡലപാളികളും ഈ സാധനങ്ങളൊക്കെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് രാജീവർ അറിഞ്ഞിട്ടും രാജീവരുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വെളിവായിട്ടുള്ളതുമാണ്. തന്ത്രിയുടെ അനുമതിയില്ലാതെ ശബരിമലയിൽ നിന്നും കട്ടിളപ്പാളികളും മറ്റു വിളക്കിക്കൊണ്ടുപോയ വിവരം ശ്രദ്ധയിൽപ്പെടുത്തുകയോ നടപടി സ്വീകരിക്കുകയോ കുറ്റകരമായ മൗനാനുവാദം നൽകിയതിലും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മാനുവൽ വോളിയം 2 ചാപ്റ്റർ അത് പറയുന്നുണ്ട്. അത് അനുശാസിക്കും പ്രകാരം ദേവസ്വത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ അറ്റകുറ്റപ്പണികൾ ദേവസ്വത്തിൽ വെച്ച് തന്നെ ചെയ്യണമെന്നും ക്ഷേത്രത്തിന് പുറത്ത് കൊണ്ടുപോകാൻ പാടില്ലെന്നും
UB ഗ്രൂപ്പ് സ്വർണം പതിക്കുമ്പോൾ ആ പണികളൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നതെന്നും ഒക്കെ അറിയാവുന്ന ആൾ ഇതൊന്നും ചെയ്തില്ല. അതാണ് കുറ്റകരമായ മൗനവും ഗൂഢാലോചനയും. ഒരു വരി മാത്രം എടുത്തൊരു മറുപടി പറഞ്ഞോട്ടെ. ദേവസ്വം മാനുവൽ, ദേവസ്വം പ്രൊസീഡിങ്സ്, ദേവസ്വംകാര് മാനുവലിനെ നടപ്പാക്കാൻ ബാധ്യത ദേവസ്വം ബോർഡിനാണ്, തന്ത്രിക്കല്ല. ദേവസ്വം പ്രൊസീഡിങ്സും ദേവസ്വം മാനുവലും നടപ്പാക്കാൻ ഉത്തരവാദിത്തം ദേവസ്വം എന്തിനാണ് അനുജ്ഞ കൊടുക്കേണ്ടത്? അത് SITക്ക് പറയാൻ റൈറ്റ് ഇല്ല. കാര്യം തന്ത്രി ആചാര മാത്രമേ ഉത്തരവാദിത്വമുള്ളൂ. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളാണ്. ശരിയാ, തന്ത്രി അലിഞ്ഞു കൊടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ. താനിപ്പോൾ ഒരു ന്യൂസിലാണ്, ഈ നിൽക്കുന്ന വ്യക്തി ഒരു ഏഷ്യാനെറ്റിന്റെ ന്യൂസ് റിപ്പോർട്ടറാണ്. അവർ പറയുന്ന ന്യൂസല്ലേ വായിക്കൂ, അവർ പറയുന്ന പോലല്ലേ താൻ ജോലി ചെയ്യൂ. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ കളിച്ചത് വേറെ ടീമാണ്, അതെനിക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഇനി ജനങ്ങൾക്ക് എന്നെ തന്തയ്ക്ക് വിളിക്കാം, അമ്മയ്ക്ക് വിളിക്കാം, എന്താണെങ്കിലും വിളിക്കാം, നമുക്കത് വിഷയമല്ല. കാരണം നല്ലത് ഏതായാലും സ്ഥിരം കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പിന്നെ എനിക്കിപ്പോൾ അതൊരു മാറ്ററേ അല്ല. എന്നാലും ഞാനൊരു കാര്യം പറയാം. മുകളിൽ ഇരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഇതെല്ലാം വളച്ചൊടിക്കുന്ന കുറേ ആൾക്കാർ. തന്ത്രി ചിലപ്പം വേണ്ടി കാണത്തില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ജോലിയാണ്. കാരണം അത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ശബരിമല നിൽക്കുന്ന തന്ത്രിക്ക് നല്ല വരുമാനം കിട്ടും, നമുക്ക് ഊഹിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. എല്ലാ എണ്ണത്തിനും പങ്കുണ്ട്. ഇവിടെ പൊളിറ്റിക്സ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് ഇതറിയത്തില്ല. ഇവിടെ ഇപ്പം ഭ്രാന്തനാക്കിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെയാണ്. രാഹുൽ ഈശ്വറിനെ സത്യം വിളിച്ച് പറയുന്നവനും എവിടെയും വിലയില്ലല്ലോ, അതങ്ങനെ. ഓക്കെ, ഞാനിതിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഞാൻ ഇനി ഇതിൻ്റെ വിഷയമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നിട്ട് അല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയറും സപ്പോർട്ട് ചെയ്യുക. ഐ ലവ് യു ഓൾ.